മുക്കറാന്റെ അവസ്ഥ എത്തൂല. പ്രയാസങ്ങൾ കൊണ്ട് സ്വർഗത്തെ പൊതിയപ്പെട്ടിട്ടുണ്ട്. ആ അവസ്ഥയൊക്കെ കയറണം. ചിലപ്പോ നമ്മള് ഖിയാമുൽ ലൈല് ഈ തറാവീഹ് കഴിഞ്ഞിട്ട് പിന്നെ ചിലപ്പോ എന്താ വേണ്ടി വരും, 11 റക്അത്തിന് ഇവിടെ എത്തണം. മനസ്സിലായില്ല? ഹറമിലൊക്കെ അങ്ങനെ ഉണ്ടല്ലോ. ഹറമിൽ എന്തുണ്ട്? ഇശയും നിൽക്കും, അതിന്റെ റവാത്തിബ് നിസ്കരിക്കും, പിന്നെ തഹജ്ജുദ് തറാവീഹ് 20 നിസ്കരിക്കും, പിന്നെ ഖിയാമുൽ ലൈല് വിത്ർ 10 നിസ്കരിക്കും. മനസ്സിലാണ്ട പറഞ്ഞത് തന്നെ. ആ അവസ്ഥയിൽ അവനെടുത്തു പോകാൻ അവന് പിന്നെ അരമണിക്കൂർ 20 മിനിറ്റ് ഉണ്ടാവുക എന്തിനു ബാങ്ക് കൊടുക്കുക. ഇതിന്റെ ഇടയിൽ പോയിട്ട് എന്തോ ഒരു ഉരുള കിട്ടി. അത് ആ അവസ്ഥ അതൊരു മുക്രായ അവസ്ഥ തന്നെയാ. അകത്തേക്കാണ് കയറിയപ്പോ മൂത്രിക്കാൻ മുട്ടിയപ്പോ മൂത്രിച്ച് പുറത്തിറങ്ങി വന്നപ്പോ അത് ബാങ്ക് കൊടുത്തും ചെയ്ത്. അന്നവൻ എന്തില്ല, അട്ടാഴില്ല. അങ്ങനെയും വരും. ഇതൊക്കെ പറഞ്ഞത് മനസ്സിലായോ? പ്രയാസകരമായ അവസ്ഥയാണ്, പ്രയാസമാണ്. സ്വർഗത്തിൽ എത്തണമെങ്കിൽ എന്തനുഭവിക്കണം? പാറക്കുട്ടി, പ്രയാസം ഓരോരുത്തർക്കും ഓരോ വിധത്തിലാണ്. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പിക്ക്, സോമുൽ അവാമ നമുക്ക് മതിയാവൂല. കാരണം സോമുൽ അവാമാണ് അത്രേ ഉള്ളൂ. ഇതാണ് സോമുൽ അവാം. തിന്നുക, കുടിക്കുക, ഭാര്യമാരോടുകൂടെ രമിക്കുക, ഇത്തരം കാര്യങ്ങൾ സുബഹ് മുതൽ അസ്തമയം വരെ സൂക്ഷിക്കുന്നതിന് സൗമുൽ അവാം എന്ന് പറയുന്നു. ഇതിന് സാധാരണക്കാരന്റെ നോമ്പ് എന്ന് പറയുന്നു. ഈ അവസ്ഥ ആണെങ്കിൽ അവൻ തനി ആരാകണം? സാധാരണക്കാരനാണ്. നമ്മൾ സാധാരണക്കാരനല്ല. ആ അവസ്ഥയിൽ എത്തിയ ഒരാൾക്ക് ബേസ് നിയമം മതി, എന്നതിന് ക്ലിയർ ആവും. മറ്റൊരു നോട്ടവനില്ല. എന്റെ വല്യമ്മ പറഞ്ഞ ഒരു കഥയുണ്ട്. എന്ത്? ആട് മേക്കാൻ പോയിരുന്നവര് പെണ്ണുണ്ടായിരുന്നു. നിസ്കരിക്കൊന്നുമില്ല, അതിനെപ്പറ്റി ഒന്നും അറിയില്ല. അങ്ങനെ ഒരു വയസ്സായ സ്ത്രീ ഇങ്ങനെ മലയടിവാരത്തില് ഒരു കുടില് കെട്ടിയിട്ട് എപ്പോഴും നിസ്കരിക്കുകയും ദിക്ർ ചെല്ലുകയും ചെയ്യുന്നത് ഈ പാവപ്പെട്ട പെണ്ണ് ആട് മേക്കാൻ പോകുമ്പോ കാണും. ഈ പെണ്ണ് നിസ്കാരമൊന്നുമില്ല. ആദ്യം അതിന് കൗതുകം തോന്നി, പിന്നെ ഇഷ്ടം തോന്നി, പിന്നെ നിസ്കാരം അങ്ങനെ നോക്കി നിൽക്കും. അങ്ങനെ കുറെ ആയിട്ട് ഈ പെണ്ണിന് നിസ്കരിക്കാൻ ആഗ്രഹമായി. അപ്പൊ ഈ പെണ്ണ് എന്ത് ചെയ്ത് ഒരു ദിവസം വന്നിട്ട് ഈ കിളവിനോട് പറഞ്ഞ് നിസ്കരിക്കാൻ വലിയ ബോധ്യായിരുന്നു. അപ്പൊ മറ്റൊരു ചിരിച്ച്. ആര്? ആബിലത്തായ പെണ്ണ് ചിരിച്ച്. അപ്പൊ കൂടത്തെ പറഞ്ഞ് എനിക്ക് നിസ്കരിക്കാൻ പൂടിയൊക്കെ ഉണ്ട്, പക്ഷെ എന്താ നിസ്കാരത്തിൽ ചെല്ലാന്ന് എനിക്ക് അറിയില്ല. അപ്പൊ ഒന്നുകൊണ്ട് ചിരിച്ച്. നിസ്കാരത്തിൽ ചെല്ലണ വരെ അറിയാം. അപ്പൊ കളിയാക്കി. അങ്ങനെ നിസ്കരിക്കുകയാണെങ്കിൽ തന്നെ വലിയ വേജാറൊന്നും വേണ്ട, ഈ വെളുത്താട് കറുത്താട് അങ്ങനെ എല്ലാം മതിയാണ്. അത് വന്നിട്ട് അങ്ങനെ ചെല്ലി നിസ്കരിക്കാൻ തുടങ്ങി. വല്യമാന്റെ ഫത്വേ ഇത് വല്യമാർക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്കറിയില്ല. ഏതായാലും വല്യമ്മ അവസാനം കഥ അവസാനിപ്പിക്കുമ്പോ പറയാ, വെളുത്താട് എന്ന് കറുത്താട് എന്ന് പറഞ്ഞ് നിസ്കരിച്ചോള് സ്വർഗത്തിലെത്തി, ആബിദത്ത് നേരെ നരകത്തിലെത്തി. അള്ളാഹു കാക്കട്ടെ. എന്തേ കാരണം? ഈ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം നന്നാകാൻ എനിക്ക് കൊതിയ, അതിന് ചെയ്യാവുന്നതിന് പരമാവധി അത്രേ ഉള്ളൂ. ഇങ്ങനെ പോയി മദ്രസയിൽ പഠിച്ചിട്ട് നിസ്കരിക്കുക എന്നുള്ള അതിനെ സംബന്ധിച്ചിടത്തോളം നടക്കൂല. അപ്പൊ വെളുത്താട് കറുത്താട് എന്ന് പറഞ്ഞ് നിസ്കരിച്ചാൽ തന്നെ അതിനെന്തായി? സ്വർഗത്തിലിട്ട്. നമുക്ക് വെളുത്താട് എന്ന് പറഞ്ഞ നിസ്കാരം പാത്തിലാവും ചെയ്യും. നമുക്ക് വെളുത്താട് അറിയണ്ട, വെളു പറഞ്ഞ പാത്തിലാവും. അറബി അല്ലാത്ത അക്ഷരം കഴിഞ്ഞാൽ എന്തായി? പാത്തിലായി. അതുകൊണ്ട് അതിന്റെ അമല് കബൂലായി, നമുക്ക് പാത്തിലാവും. ഇതെന്തിനാ ഞാൻ പറഞ്ഞത്? എല്ലാവർക്കും അമലിൽ ഒരു ദറജയല്ല. നമ്മളെ ഒരിക്കലും അവാമിൽ പരിഗണിക്കൂല. അതുകൊണ്ട് അവാമിന്റെ നോമ്പ് നോറ്റുകൊണ്ട് നമുക്ക് നോമ്പാവൂല. ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ സോമു സാലിഹിൻ ഉൾക്കേണ്ടി വരും. ആ സോമു സാലിഹിനാണ് നമ്മൾ പഠിക്കേണ്ടത്. ദുആ ഒക്കെ മനസ്സിൽ ഇങ്ങനെ തോന്നി പറഞ്ഞുകൊണ്ട് നിസ്കാരം ബാത്തിലാവൂല. എന്നാ വേറുള്ളവരുള്ള സംസാരവും വാഗ്വാദങ്ങളൊക്കെ നിസ്കാരത്തിൽ വന്നാൽ അത് ബാത്തിലിന്റെ മക്കാമിലാവും, ബാത്തിലായിട്ടില്ലെങ്കിലും. നിസ്കരിക്കാൻ നിന്നപ്പോഴാണ് അയൽവാസിനോടുണ്ടായ തല്ലോർമ്മ വന്നത്. അതിൽ അങ്ങോട്ട് അടിച്ച് ഇനി പിന്നെ അങ്ങോട്ട് വരികയാണെങ്കിൽ ഇനി അവനോട് ഇങ്ങനെ പറയാം അങ്ങനെ പറയാം നന്നാക്കാൻ. നിസ്കാരം കഴിയുന്നവരെ ഓനോടുള്ള തൊള്ളത്തല്ല് ഓനാണ് ചവിട്ടിയിട്ടിട്ടാണ് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞത്. അപ്പം ബാത്തിലിന്റെ മക്കാമിലോ, ബാത്തിലായിട്ടില്ലെങ്കിൽ ബാത്തിലിന്റെ മക്കാമിലാണ്. ആ പറഞ്ഞതല്ല, അള്ളാഹുവോടുള്ള ഒരാള് മുനാജാത്തിൽ ഒരാള് അറബിക്ക് പകരം എന്ത് ചെയ്ത് മലയാളം എന്തിൽ പറഞ്ഞ് മനസ്സിൽ പറഞ്ഞു ബാത്തിലാവൂല. അപ്പൊ ഞാനിവിടെ പറഞ്ഞൊരു വിഷയത്തിലേക്ക് തിരിച്ചു വരും. ഞാൻ ഇവിടെ പറഞ്ഞ മനസ്സിലായില്ലേ? നമ്മളെ എന്തായി പറ്റൂല, നമ്മൾ ആരല്ല, നമ്മൾ പൊതുജനാവില്ല. നമ്മളെ പറ്റി പൊതുജനം എന്ന് പറയുമ്പോൾ എങ്ങനെ നമ്മളെ പറ്റി പൊതുജനം എന്ന് പറയാം?
കുത്തുബ ഓതാൻ പറ്റിയ ഒരാളെ കിട്ടിയിട്ടില്ല. കുത്തുബന്റെ അവിടെ കിടക്കണുണ്ട്. അവരിങ്ങനെ 12:30 1 മണി 1:30 മണിയായിട്ടാണ് കാത്തിരിക്കുന്നത്. ഇപ്പൊ ഒരു മൂല്യരാരം കിട്ടും. അപ്പോഴാണ് എന്ത് ചെയ്തത്? എന്താ കുപ്പായക്കൈ നീട്ടിയത്? എന്താ ഇതുപോലത്തെ ഒരാൾ പള്ളിയാക്കൻ കയറുമ്പോ ഓല് പറയും, ബഹുമാനപ്പെട്ടവരെ, നിങ്ങളൊന്ന് ഊത്തുബോധം, എന്റെ ഊത്തുബോധം അങ്ങ് കഴിയൂലേ? ഞാൻ മേൽപ്പിക്ക് പോയി പഠിക്കണോ? അത് ഇങ്ങനെ നോക്കിയിട്ട് എല്ലാം ഇതില്ല എന്ന് വായിക്കാൻ ഒക്കെ നിങ്ങൾ വായിക്കണല്ലേ? അവിടെ നിങ്ങൾ ഊത്തുബോധൂലേ? ഓതും. ഒരു മജീദ് സാഹിബ് എന്നാണ് എറണാകുളത്തുള്ള ഒരാള്. പണ്ട് അവിടെ ക്ലാസ് ആയിരുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ക്ലാസ്സിൽ നിന്ന് മരിച്ചുപോയി. കളമശ്ശേരിയിലെ അദ്ദേഹം UNA ഒരു ഓഫീസറായിരുന്നു പണ്ട്. അദ്ദേഹം കസാക്കിസ്ഥാനിലെ ഒരു സ്ഥലത്ത് ചെന്നപ്പോ ഇതേപോലത്തെ സംഭവം എന്നോട് പറഞ്ഞു. ജുമാ നടന്നിട്ടില്ല. മൂപ്പര് പിന്നെ എന്ത് ചെയ്ത്? കുത്തുപോതിയിട്ട് പിന്നെ മൂപ്പര് ജുമാനസ്കാരത്തിന് നേരത്തെ നോക്കി. അന്നത്തെ അവിടുത്തെ വലിയ ഷെയ്ഖാരനെ മജീദ് സാഹിബിനെ പോലത്തെ ഒരാളെ നാടില്ല. മജീദ് സാഹിബിൻ ഈ നാട്ടില് ഒന്നും അല്ലാത്ത ആളാ. മനസ്സിലായില്ല? ഇടക്കിടക്കൊക്കെ ഇത്തരം ക്ലാസ്സുകളിൽ എപ്പോഴെങ്കിലും ഒക്കെ പങ്കെടുക്കുന്ന ആളാണ് ആര്? മജീദ് സാഹിബ്. ആ മജീദ് സാഹിബ് അവിടെ ചിലപ്പോൾ ഷെയ്ഖുനാന്റെ വക്കാമിലായി. അതായത് മജീദ് സാഹിബ് നമ്മളെ നാട്ടിലൊരു സാധാരണക്കാരനാണ്. കസാഖിസ്ഥാനിൽ പോയപ്പോ അദ്ദേഹം വലിയ ആളായി. അപ്പൊ ഓരോ നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ഓരോ വ്യക്തിക്കും ഓരോ സാഹചര്യത്തിനും അതിന് ഓരോ രീതിയാണ്. എല്ലായിടത്തും ഒരു രീതിയാവില്ല. ഇവിടെ നിന്നാൽ അള്ളാഹു വലിയ നിഅമത്ത്. നിങ്ങളൊക്കെ ഓരോരുത്തരും മൂല്യരാകാൻ പറ്റിയ ആളുകളാണ്. അതാ പറഞ്ഞതിന്റെ അർത്ഥം. ഒരു മൂല്യര പണി വരെ കുടുങ്ങിയ നേരത്തെ എടുക്കാനുള്ള കഴിവ് നിങ്ങൾക്കൊക്കെ പറ കുട്ടി ഇല്ലേ? ആവറേജ് അറബി നോക്കി വായിക്കാൻ അറിയില്ലേ? ഒരു സുനാമി ഉണ്ടായിട്ട് നാട്ടില് മൂല്യന്മാര് മരിച്ചു പോയാൽ, മൂല്യന്മാര് മരിച്ചു പോകാൻ വേണ്ടി പറയല്ലേ ഞാന്. ഒരു സുനാമി ഉണ്ടായിട്ട് മൂല്യന്മാരൊക്കെ മരിച്ചു പോയാൽ തൽക്കാലം പള്ളിയൊക്കെ കുത്തുപെടുത്താൻ പറ്റുമോ? ഇല്ല. അപ്പോൾ പിന്നെ തെരഞ്ഞെടുത്ത് വേഗം എല്ലാരെയും കുളിച്ചൂട്ടി തൽക്കാലം ഈ ആഴ്ച കുത്തുമാർക്കണല്ലോ, ഇജാണ്ട് പോയിക്കോ, ഇതാ മറ്റോ ഇങ്ങോട്ട് പോയിക്കോ, അനീഫ ഇജ് നേരെ പിന്നെ പന്നിയങ്കരക്ക് പോയിക്കോട്ടോ, ഇതാ ഡോക്ടർ പിന്നെ കുറ്റിക്കാട്ടൂർ ഇങ്ങോട്ട് ഇവിടെ വന്നിട്ടെ. മനസ്സിലായില്ല? എന്ത് നടക്കണല്ലോ. പിന്നെ അതൊക്കെ മേക്കപ്പ് ചെയ്ത് പിന്നെ 2 മാസം കഴിയുമ്പോഴത്തേക്കും വന്നേക്കാം. പക്ഷെ തൽക്കാലം എന്താ പറഞ്ഞത് മുടങ്ങാൻ പാടില്ലല്ലോ. അങ്ങനെയല്ലേ അതിനകൾക്ക്? അപ്പൊ എന്നതുപോലെ നിങ്ങളെന്നും ഇതെന്തിനാ ഞാൻ പറഞ്ഞത്? വാമി എന്ന് പറയാവുന്ന ആളുകൾ അല്ല. നിങ്ങൾ എന്താ ദർജയില്ല. അപ്പൊ നമുക്ക് എന്ത് വേണ്ടി വരും? സാധാരണക്കാരൻ നോമ്പ് നമുക്ക് മതിയാവില്ല. അപ്പൊ എന്താ ചെയ്യേണ്ടത്? അത് നമ്മള് വിഷയത്തിലേക്ക് മടങ്ങാം. അൽ-ബഖറ 183-ാമത്തെ ആയത്താണ് നോമ്പ് വുജൂബാകുന്ന ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ്സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലകും തത്തഖൂൻ. ഓരോ കാര്യം വാജിബാകാൻ വേണ്ടി ഓരോ ആയത്തുണ്ടാവും ഖുർആനിൽ. പിന്നെ അതേപറ്റി വേറെ ആയത്തുകളൊക്കെ ഉണ്ടാകാം. ഉജൂബിന് വേണ്ടി ഇറങ്ങിയ ആയത്ത് ആണ് ഇത്. ജുമാൻ നിർബന്ധമാണെന്ന് ഇറങ്ങിയ ആയത്ത് ജുമാ സൂറത്തിലെ 9-ാമത്തെ ആയത്താണ്. നോമ്പ് നിർബന്ധമാകാൻ വേണ്ടി ഇറങ്ങിയ ആയത്ത് ഹിജ്റ 2-ാം വർഷത്തിലാണ് ഈ ആയത്ത് ഇറങ്ങിയത്. ഹിജ്റ 2-ാം വർഷത്തിലെ ഫി ആഖിരി യൗമിൻ മിൻ ഷഅബാൻ. ഫി ആഖിരി യൗമിൻ മിൻ ഷഅബാൻ. ഹിജ്റ 2-ാം വർഷത്തിലെ ഷഅബാനിലെ അവസാന ദിവസമാണ് ഈ ആയത്തും കൊണ്ട് സയ്യിദുനാ ജിബ്രീൽ ഭൂമിയിൽ വന്നത് അലൈഹിസ്സലാം. എന്നിട്ട് ഓതി കൊടുത്തു. ഈ ആയത്ത് പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ മുഅ്മിനീങ്ങളെ, കുതിബ അലൈക്കുമുസ്സിയാം, നോമ്പുകൾ നിങ്ങൾക്ക് ഫർളാക്കപ്പെട്ടിരിക്കുന്നു, കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളെ മുമ്പുള്ള സമുദായങ്ങൾക്കും നോമ്പ് ഫർളാക്കപ്പെട്ടിരുന്നു, അപ്രകാരം നിങ്ങൾക്കും അത് നിർബന്ധമാക്കിയിരിക്കുന്നു. എന്താണ് ഇതിന്റെ ലക്ഷ്യം, ഉദ്ദേശ്യം? ലഅല്ലകും തത്തഖൂൻ, ഇതാ ഉദ്ദേശം. അപ്പൊ ഒരു പ്രശ്നമാണ്. അപ്പൊ നോമ്പ് കൊണ്ട് ഉദ്ദിഷ്ടമായ കാര്യം ലഅല്ലകും തത്തഖൂൻ, തഖീങ്ങളാകലാണ്. അതന്നെയാ. എന്തിനാ നോമ്പ് നിർബന്ധമാക്കിയത്? എന്തിനാ? വേറെ ലക്ഷ്യമല്ല. കുതിബ അലൈക്കുമുസ്സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലകും തത്തഖൂൻ. ഇതൊക്കെ നിങ്ങളോട് ഭക്ഷണം കഴിക്കരുത് എന്ന് പറഞ്ഞത് ഭക്ഷണം ഇല്ലാത്തതുകൊണ്ടല്ല. ഉമ്മൻചാണ്ടി പറയാണ്, പഴയത് പോലൊന്നും ആന്ധ്രന്ന് അരി വരണില്ല, കുറച്ചൊക്കെ ഒന്ന് പിടിച്ച് അൽവാക്കി കളി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ലഅല്ലകും തത്തഖൂനല്ല, സാധനം ഇല്ലാത്തതുകൊണ്ടാണ്.
അതിനെ സോമുൽ ഫക്കർ എന്ന് പറയും, ദാരിദ്ര്യത്തിന്റെ നോമ്പ്. അതിന്റെ വായത്ത് ഫക്കറാണ്, ഒപ്പിക്ക. 7 കൊല്ലം ഒരു നേരം ഭക്ഷണം തീറ്റിച്ച് നടന്ന് ആര്? സയ്യിദുനാ യൂസുഫ്. ആരെ? മിസ്രികളെ. എന്താ കാരണം? ക്ഷമം. അള്ളാഹു നോമ്പ് വെക്കാൻ പറഞ്ഞത് അള്ളാന്റെ കയ്യിൽ ഇറക്കിത്തരാൻ ഭക്ഷണമില്ലാത്തോണ്ടല്ല, ഭക്ഷണം ദഹിപ്പിക്കാൻ പറ്റിയ മലക്കുകൾക്ക് വേറെ ഡ്യൂട്ടി ആയതുകൊണ്ടല്ല. ഒരാൾ ഭക്ഷണം കഴിച്ചാൽ 100 മലക്കുകളെങ്കിലും അയാളെ വയറിൽ കയറി ഇറങ്ങുന്ന, വയറുമായി ബന്ധപ്പെടും, എന്നാലേ ദഹിക്കുക. ഒരാൾ ഭക്ഷണം കഴിച്ചാൽ ദഹിക്കണമെങ്കിൽ ചുരുങ്ങിയത് 100 മലക്കെങ്കിലും കയറി ഇറക്കുന്ന യഹ്യയിലുണ്ട്. റഹ്മത്തുള്ള തോന്നിയ പറയല്ല, യഹ്യയിലുണ്ട്. 100 മലക്കളെങ്കിലും ചുരുങ്ങിയത് വയറുമായി ബന്ധപ്പെടും. അപ്പോഴേ എന്താവുള്ളൂ? ദഹിക്കും. ആ മലക്കളൊക്കെ വേറെ പണിക്കും ആയതുകൊണ്ടും അല്ല, അപ്പൊ ഭക്ഷണത്തിന് കമ്മിയായതുകൊണ്ടും അല്ല, ദഹിപ്പിക്കണ മലക്കൾക്ക് പണിയായതുകൊണ്ടും അല്ല. പിന്നെന്താ ലക്ഷ്യം? ലഅല്ലക്കും, നിങ്ങളെ മുത്തഖീങ്ങളാകലാണ് നോമ്പിന്റെ ലക്ഷ്യം, വേറെ ലക്ഷ്യമില്ല. അപ്പൊ നോമ്പിന്റെ ലക്ഷ്യത്തെ മനസ്സിലാക്കുക, അതാണ് നോമ്പ്. എന്തിനാ നമ്മൾ മുത്തഖീങ്ങളാണ്? മുത്തഖീങ്ങളായാലേ നോമ്പ് വലിക്കണം. എന്തിനാ മുത്തഖീങ്ങളാകണം? എന്തിനാ? മുത്തഖീങ്ങൾ ആയാലേ ഖുർആൻ ഉപകരിക്കുകയുള്ളൂ. അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. മുത്തഖീങ്ങൾക്ക് ഖുർആൻ ഉപകരിക്കുകയുള്ളൂ. ഓഹോ, അപ്പൊ നമ്മളെ അല്ലാഹ് മുത്തഖീങ്ങൾ, നോമ്പ് എന്തിനാ? മുത്തഖീങ്ങളാകാനാ നോമ്പ്. മുത്തഖീങ്ങളായാലേ ഖുർആൻ ഉപകരിക്കും. ഓഹോ, ഖുർആൻ ഇറങ്ങിയ മാസം റമളാന്, ആ മാസത്തിൽ നോമ്പ് കൽപ്പിച്ചത് ഖുർആൻ ഉപകരിക്കാന്. ഖുർആൻ ഇറങ്ങിയ മാസം റമളാൻ തന്നെ നോമ്പ് കൽപ്പിച്ചത് ഖുർആൻ ഉപകരിക്കാൻ. കാരണം നോമ്പ് കൽപ്പിച്ചത് മുത്തഖിയാകാൻ, ഖുർആൻ ഇറക്കിയത് മുത്തഖീങ്ങൾക്ക്. അപ്പൊ ഖുർആന്റെ അഹ്ലുകാരായി തീരണമെങ്കിൽ യഥാർത്ഥ നോമ്പ് വിൽക്കണം. ആരുടെ നോമ്പ്? മുത്തഖീങ്ങൾ. അള്ളാഹു തൗഫീഖ് തരട്ടെ. മനസ്സിലായോ പറഞ്ഞത്? തന്നെ ഖുർആൻ ഉപകരിക്കണമെങ്കിൽ മുത്തഖിയാകണം. നോമ്പ് യഥാർത്ഥ നോമ്പ് നോറ്റാൽ ആരാവും? അപ്പൊ ഖുർആൻ ഉപകരിക്കും. അള്ളാഹു തൗഫീഖ് തരട്ടെ. മാത്രമല്ല, ഖുർആനിൽ പറഞ്ഞ എല്ലാ നിഅമത്തും മുത്തഖീങ്ങൾക്കാണ്. ഈ 6000 ചില്ലാൻ ആയത്തിന്റെ ഇടയിൽ മുത്തഖി അല്ലാത്ത ഒരാൾക്ക് ഒരു ഉപകാരവും പറഞ്ഞിട്ടില്ല. ഈ 6000 ചില്ലാനും ആയത്തിന്റെ ഇടയിൽ ഉപകാരം, പരലോകത്തെ ഉപകാരം കിട്ടണമെങ്കിൽ ചുരുങ്ങിയത് മുത്തഖിയാണ്. മുഖറബാകുക, മറ്റേതാകുക, ഷാഹിദാകുക, വേറെ വലിയ ദർജ. ഏറ്റവും ചുരുങ്ങിയത് എന്താവണം? മുത്തഖീങ്ങളാണ്. ഈ ഖുർആനിൽ മുത്തഖിയല്ലാത്ത ഒരാൾക്ക് ഒരു ഉപകാരവും പരലോകത്ത് പറഞ്ഞിട്ടില്ല. അള്ളാഹ് പുറത്തുകൊടുത്താൽ സ്വർഗത്തിൽ കടന്നൂടെ? അതിപ്പോ വേലായുധന് പുറത്തു കൊടുത്തൂടെ? മനസ്സിലായില്ല. നമ്മളെ തൊട്ട അയൽവാസിയിൽ വേലായുധം ഉണ്ടായിരുന്നു നോക്കുക. 1/2 മണിക്കൂർ മുമ്പ് സംസാരം ബന്ധായി. പിന്നെ നേരെ അള്ളാഹുത്തല സ്വർഗം കാട്ടി കൊടുത്ത്. അള്ളാഹു എന്ത് ചെയ്ത്? അള്ളാഹിനെ പറ്റില്ല യഖീനോട് കൊടുത്ത്. അപ്പൊ അവൻ പറഞ്ഞു, ഇക്കാലം മുമ്പൊക്കെ പറ്റിപ്പോയതൊക്കെ തെറ്റെന്നോടമ്പറാനെ നാവുകൊണ്ട് പറയുന്നില്ല. പറഞ്ഞു, ഞാൻ അംഗീകരിച്ചു പറഞ്ഞു, നീ ഏകൻ തന്നെയാണോ? മുഹമ്മദ് നബി എന്റെ റസൂലാണ്, ഖുർആൻ സത്യമാണ്, മാപ്പിളരാണ് യഥാർത്ഥ സമുദായം, ഞാൻ ആ കൂട്ടത്തിൽ പെട്ടു പറഞ്ഞു. ഇസ്രായേൽ വന്നു. അപ്പൊ പറഞ്ഞു, ഇസ്രായേലെ ഞാൻ ആള് നന്നായി, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നും പറഞ്ഞു. ഇതിപ്പോ മലബാറിലെ കേരളക്കാർ കേട്ടോളുന്നുണ്ടോ? കേരളക്കാർ കേട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ജില്ലയിലേക്ക് ഇവർക്ക് ഉണ്ടാവുള്ളൂ, അങ്ങനെ ഉണ്ടോ? പാരകുട്ടി ഇല്ല. 1-ാം നമ്പർ ആള് ഓൻ മരിച്ച്. നമ്മൾ ചിലപ്പോ ഇല്ലയിലെക്കുമ്പോ അവിടെ കേട്ടുന്നതാണേക്കും ചിലപ്പോ ആര് വേലായുധൻ കയറി എല്ലാരും നല്ല സീറ്റ് നോക്കി എന്നൊക്കെ പറയുന്ന ആള് ചിലപ്പോ ആയിരിക്കാം. ആര്? വേലായുധൻ. അത് നമുക്ക് നിയമത്തെ പറയാൻ പറ്റൂല. നിയമത്തെ നമുക്ക് സംസാരിക്കുകയാണെങ്കിൽ സ്വർഗം കിട്ടണമെങ്കിൽ ആരാകണം? മുത്തഖിയാകണം. അതാ ഞാൻ പറഞ്ഞത്. അല്ലാത്തവർക്ക് കിട്ടൂലേ മൂല്യരയാൻ? അത് ഇവിടെ പറയാൻ പറ്റൂല. സീറ്റ് ബെൽറ്റ് ഇട്ടാത്തവൻ പോലീസ് വിളിച്ചാൽ 500 രൂപ പേരെ. മഹഫറത്തിന് അധികാരം ആർക്കെന്നുണ്ട്? പോലീസിനുണ്ട്. എന്നാ മഹഫറത്ത് ചെയ്യുമെന്ന് വിചാരിച്ച സീറ്റ് ബെൽറ്റ് ഇട്ട് ഇടാ നടന്നാൽ 500 അങ്ങനെ ഓരോ കവലിനും കൊടുക്കും ചെയ്യേണ്ടി. മനസ്സിലായില്ല. ഇവൻ ഇറങ്ങി ചെന്ന് വല്ല മര്യാദ കണ്ടിട്ട് പോലീസുകാരൻ പറഞ്ഞേ ഒരു ചവിട്ടും
500 റുപ്യ വാങ്ങിയേക്കാണെന്ന് ഞാൻ വിചാരിച്ച് പിന്നെ മര്യാദ കണ്ടിട്ട് എനിക്ക് പിഴ എഴുതാൻ തോന്നണില്ല. ഇജ്ജ് പോയിക്കോ, നീ അങ്ങനെ ആട്ടത്തിട്ട് വേണം. ഇതിപ്പം ബുക്കിൽ എഴുതിയതാണോ? പറയ കുട്ടി, ഇത് ബുക്കിൽ എഴുതിയതാണോ? അല്ല. എന്നാ പോലീസുകാരൻ അനധികൃതമായി വല്ലതും ചെയ്തോ? അതുമില്ല. അതിന്റെ അധികാരം ആർക്കുണ്ട്? പോലീസുകാരനുണ്ട്. എന്താണെന്ന് പോലെ ഇതിലുള്ളത് മുത്തഖീങ്ങൾക്കേ സ്വർഗ്ഗം ഉണ്ടാവുള്ളൂ. പിന്നെ എന്തേ? അത് അള്ളയും അബുദും തമ്മിലുള്ള ഇടപാടാ. അതിനെപ്പറ്റി നമുക്ക് എന്തില്ല പറയാൻ പറ്റില്ല. ഇതിൽ മുത്തഖിയല്ലാത്ത ഒരാൾക്കൊരു ഉപകാരത്തിൽ പറഞ്ഞില്ല. ഇന്നലിൽ മുത്തഖീൻ വൽ ആഖിബതു ലിൽ മുത്തഖീൻ. നല്ല രൂപത്തിൽ മരിക്കൽ പോലും മുത്തഖീങ്ങളായിരിക്കും. അള്ളാഹു നമ്മെ മുത്തഖീങ്ങളിൽ പെടുത്തട്ടെ. അങ്ങനെ എത്രയോ സ്ഥലത്തുണ്ട്, ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പോൾ വിഷയത്തിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നു. നമ്മള് മുത്തഖീങ്ങളാകാൻ വേണ്ടിയാണ് അള്ളാഹു നമുക്ക് നോമ്പ് നൽകിയത്. മുത്തഖീങ്ങളാകുന്നത് എന്തിനാ? ഖുർആനും മുത്തഖീങ്ങൾക്കാണ്. ഖുർആനിൽ പറഞ്ഞ സകല ഉപകാരവും എല്ലാം മുത്തഖി അല്ലാത്തൊരു ഉപകാരം ഉപകാരം ഖുർആനിൽ പറഞ്ഞിട്ടില്ല. ഇല്ലെന്നെ. വൽ ആഖിറത്തു ഖൈറുൻ ലിമൻ ഇത്തഖാ ഖദ് അഫ്ലഹ മൻ തസക്ക വദക്കറ ഇസ്മ റബ്ബിഹി ഫസൽ ബൽ തുഅ്സിറൂനൽ ഹയാത്തദ് ദുനിയ വൽ ആഖിറത്തു ഖൈറുൻ. ഇന്ന് മുത്തഖീങ്ങൾക്ക് മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ എഴുതി വെച്ചത്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. മുത്തഖിയാകാൻ വേണ്ടിയാണ് അള്ളാഹു എന്ത് ചെയ്തത്? നോമ്പാക്കിയത്. അതെന്താ മുത്തഖിയാകൽ? ഒറ്റ വാക്കിൽ ആ വിഷയം പറഞ്ഞാൽ നമുക്ക് വേഗം അവസാനിപ്പിക്കാം. ഞാൻ മുമ്പ് പലപ്പോഴും ഇതൊക്കെ നിങ്ങളോട് സൂചിപ്പിച്ചിട്ടുണ്ട്. ഞാൻ വീണ്ടും നോമ്പാണ്. വദക്കിർ ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ. അള്ളാഹു തൗഫീഖ് തരട്ടെ. ആരാണ് മുത്തഖീൻ? മുത്തഖി എന്നാൽ ആഖിറത്തിൽ പ്രയാസമുള്ളാവാൻ സാധ്യതയുള്ള ഏത് വിഷയത്തെയും സൂക്ഷിച്ചാൽ മുത്തഖിയാവും. അന്നെ കഴിഞ്ഞു. ഇസ്മുൽ ലിമൻ യഖീ നഫ്സഹു അമ്മാ യളുറുഹു ഫിൽ ആഖിറ. അൽ മുത്തഖി ഇസ്മുൽ ലിമൻ യഖീ നഫ്സഹു അമ്മാ യളുറുഹു ഫിൽ ആഖിറ. ആഖിറത്തിൽ പ്രയാസമുണ്ടാകുന്ന എല്ലാ കാര്യത്തെയും സൂക്ഷിച്ചു ജീവിക്കുമ്പോഴാണ് മുത്തഖിയാവുക. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ആഖിറത്തിൽ പ്രയാസമുണ്ടാകുന്ന ഏതൊരു കാര്യത്തെയും ഒരാൾ സൂക്ഷിക്കാൻ പഠിക്കുന്ന കാലമാണ് നോമ്പ്. മുത്തഖി ആരാ? പരലോകത്ത് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഏതു കാര്യത്തെയും സൂക്ഷിച്ച് ജീവിക്കുന്നവന്റെ പേരാണ് മുത്തഖി. അതിലിങ്ങനെ ദറജ കൂടും. ബേസ് അതാണ്. മുത്തഖിയായ നല്ലവർക്കും മരിക്കാം. ആഖിബത്തുൽ മുത്തഖീൻ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മൾ പെടുത്തട്ടെ. അപ്പൊ വിഷയം അപ്പൊ ഒരു കാര്യം മനസ്സിലായി. നമ്മൾ വിചാരിച്ചതല്ല നോമ്പ്. നോമ്പ് ശരിയാകണമെങ്കിൽ നോമ്പ് ശരിയായാൽ മതിയാവില്ല. നോമ്പിനോട് പല അഡ്ജസ്റ്റും നടക്കും. പുതിയാപ്പള നല്ലതായതുകൊണ്ട് പുതിയാപ്പള നന്നായതുകൊണ്ട് പുതിയാപ്പളന്റെ പെരി പാർക്കാൻ പറ്റൂല. മനസ്സിലായില്ല? പുതിയാപ്പളന്റെ പെരി പാർക്കണമെങ്കിൽ അമ്മായിമ്മനോടുള്ള ബന്ധം എവിടാണ്? പറ എന്താണ്? എന്നാ അമ്മായിമ്മ അവളെ കെട്ടിയിട്ടില്ല. ഇവളെ കിട്ടിയതാരാ? പുതിയാപ്പളനോടുള്ള ബന്ധത്തിൽ കുറച്ച് കമ്മി വന്നാൽ തന്നെ ഇവളിൽ നിന്ന് ഇവന് ചില ഉപകാരങ്ങളൊക്കെ ആരും കാണാതെ കിട്ടുന്നത് കൊണ്ട് ചില കാര്യത്തിലൊക്കെ ഒരു മിസ്റ്റേക്കൊക്കെ വന്നാലും ഓൻ സൈക്കും സാരല്ല. കൊണ്ടുവരുന്ന പൊന്നൊക്കെ കുറച്ച് കമ്മിയാ. എന്നാലും അത്യാവശ്യമൊക്കെ പഠിപ്പുണ്ട്, കാണാനൊരു ചേലുണ്ട്. ഇനിയിപ്പോ പുതിയത് പോയി പാഞ്ഞ് തെരഞ്ഞെടുക്കാനുള്ള സമയമല്ലോ. 10, 25, 28 കഴിഞ്ഞത് തുടങ്ങിയത് ആവൂല. മനസ്സിലായില്ലേ? അപ്പൊ ഇവള് ഈ അഡ്ജസ്റ്റ് ആരും ചെയ്യൂല. അമ്മായിമ്മക്ക് ഇവളെ കൊണ്ട് ഒരു ഉപകാരമില്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായി. അപ്പൊ കബൂലാകണമെങ്കിൽ നോമ്പല്ല കബൂലാണ്ട്, ബാക്കിയുള്ളത് കബൂലാണ്ട്. അമ്മായിമ്മ, അമ്മോശാക്ക, നാത്തുമാര്, ആവറേജ് ഏറ്റവും ചുരുങ്ങിയത് ഇവരോടുള്ള ബന്ധമെങ്കിലും ക്ലിയർ ആയാൽ ഇവനിന് ലേശം മടുപ്പുണ്ടെങ്കിൽ തന്നെ അമ്മായിമ്മ പറയാൽ എന്താ, നല്ലൊരു കുട്ടിയാണല്ലേ ചങ്ങാതി, ഇതൊന്ന് പഠിച്ചോനെ പേടിക്ക്, ഒന്നാണ് ക്ഷമിച്ചാളാ. ഈ വർത്താനം ഉമ്മാനോട് പറയാൻ പറ്റൂല. ഉമ്മ നല്ലൊരു കുട്ടിയാണ്, നിങ്ങൾ ക്ഷമിച്ചാലും നന്നാ വണ്ടി വിടാനാണ്. പറഞ്ഞ് മനസ്സിലായോ? അത് ചിന്തിക്കണം, തലക്ക് കൊടുക്ക്. അപ്പൊ നോമ്പ് ശരിയാകണമെങ്കിൽ ശരിയാണ്ട് നോമ്പല്ല, മാഹൗലാണ്. മാഹൗല് ശരിയായ ഇതിലൊക്കെ ചെറിയ കമ്മി ഉണ്ടെങ്കിലും ആട് പോയി പോവും, ആട് കയറും. ആ വിഷയം തന്നെയല്ല.
നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? അതാണല്ല. അപ്പൊ ഇവിടെ എന്താ ശരിയാകേണ്ടത്? ഇസ്മുൽ ലിമൻ യഖീ നഫ്സഹു അമ്മാ യളുറുഹു ഫിൽ ആഖിറ. ആഖിറത്തിൽ പ്രയാസമുണ്ടാകാവുന്ന ഏതു കാര്യവും ഒരാൾ ദുനിയാവിൽ സൂക്ഷിച്ചാൽ അവന്റെ പേരാണ് മുത്തഖി. അപ്പോൾ അവന് വാജിബാത്തിൽ കമ്മി ഉണ്ടാകരുത്. വാജിബാത്ത് അവൻ കൃത്യമായി നിർവഹിക്കണം. ബാങ്ക് കൊടുക്കുമ്പോഴത്തിന് സ്കരിക്കണം. വാജിബാത്തിൽ കമ്മി ഉണ്ടായത്. പിന്നെയോ സക്കാത്തിന്റെ കാലം അല്ലല്ലോ നോമ്പ്. സക്കാത്തിനൊരു കാലം ഇല്ലല്ലോ. പക്ഷെ സക്കാത്തിന്റെ നോമ്പ് സക്കാത്തിന്റെ കാലമായിട്ടാണല്ലോ പറയുന്നത്. അതെന്താ? ശറഅ് നിശ്ചയിച്ച ഒരു പീരിയഡ് എന്തിനില്ല? എന്നാൽ സക്കാത്ത് കൊടുക്കുന്ന കാലമായിട്ടാണ് എന്തിനെ പറയാ? അതെന്താ? ഉദാഹരണം, ഒരാളുടെ കച്ചവടം ഒക്ടോബർ 1 തുടങ്ങിയത്, ഒരാളുടെ കച്ചവടം ഡിസംബർ 31 തുടങ്ങിയത്. ഒക്ടോബർ 1 കച്ചവടം തുടങ്ങിയവന്റെ സക്കാത്ത് വാജിബാകൽ സെപ്റ്റംബർ 31. ഒരാളുടെ ഒക്ടോബർ 1 ഒരാളെ കച്ചവടം തുടങ്ങിയാൽ അവന്റെ കച്ചവടം അടുത്ത കൊല്ലത്തെ സെപ്റ്റംബർ 31 ആവുമ്പോഴത്തേന് എന്തായി? ഒരു കൊല്ലം പൂർത്തിയായി. അപ്പോൾ ഇവൻ എന്തായി? സക്കാത്ത് നിർബന്ധായി. ഒരാളെ കച്ചവടം ഡിസംബർ 31 തുടങ്ങിയെങ്കിൽ, മനസ്സിലായില്ല? അല്ല, ജനുവരി 1 തുടങ്ങിയെങ്കിൽ പിറ്റത്തെ കൊല്ലത്തെ ഡിസംബർ 31 ഓന്റെ എന്തായി? സക്കാത്ത് നിർബന്ധായി. പക്ഷേ സക്കാത്തിന്റെ കാലമായി വിചാരിക്കല് ഈ കൊല്ലം സക്കാത്ത് കൊടുക്കണില്ലേ എന്നാ ചോദിക്കാം. റമദാനിലെ അവസാനത്ത് ഈ കൊല്ലം സക്കാത്ത് കൊടുക്കണില്ലേ? ഞാൻ കൊല്ലം സക്കാത്ത് കൊടുത്തിട്ടില്ല. നോമ്പ് കഴിഞ്ഞ് ഞാൻ സക്കാത്ത് കൊടുത്തിട്ടില്ല പറയണ്ടല്ലോ. എന്തുകൊണ്ട്? ലഅല്ലക്കും തത്തഖൂനിൽ വാജിബാത്തിൽ നുക്സാൻ വന്നാൽ തത്തഖൂനാവൂല. അപ്പൊ അവന്റെ നോമ്പും ശരിയാവില്ല. അക്കൊല്ലത്തെ നോമ്പിൽ ഏതെങ്കിലും സക്കാത്തിൽ വല്ലതും കടമായി കിടക്കുന്നുണ്ടെങ്കിൽ ഈ നോമ്പ് ശരിയാവില്ല. തിരിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഈ സക്കാത്ത് കൊടുക്കാൻ എന്നോ ബാധ്യതയുണ്ട്. അതൊക്കെ അവ എന്നെങ്കിലും കൊടുക്കും. പറ കുട്ടി, എന്നെങ്കിലും കൊടുക്കും. നോമ്പിനും കൊടുക്കും. കാരണം നോമ്പിന് കൊടുത്തിട്ടില്ലെങ്കിൽ 2 മുട്ടിൽ മുട്ടും. ഒന്ന് സക്കാത്തിന്റെ കുറ്റം മുട്ടും, 2 നോമ്പ് സ്വീകരിക്കില്ല. കാരണം ആഖിറത്തിൽ പ്രയാസമുണ്ടാകാവുന്ന ഏത് കാര്യവും ചെയ്തുകൊണ്ടും ചെയ്യാൻ പാടില്ലാത്ത ഒഴിവാക്കിക്കൊണ്ടും ഇരിക്കുമ്പോഴാണ് ആരാവുക? മുത്തഖിയാകാൻ വേണ്ടിയാണ് എന്ത്? നോമ്പ്. മുത്തഖിയായാലും നോമ്പ് കബൂലാവുള്ളൂ. ഇതാണ് പ്രശ്നം. മനസ്സിലായ പറഞ്ഞത്? അതുകൊണ്ടാണ് നോമ്പിന്റെ കാലത്ത് എന്ത് വന്നത്? സക്കാത്ത്. നിങ്ങൾക്ക് നല്ലോണം. കാരണം ശറഅയിൽ എന്തില്ല? പറകുട്ടി, ശറഅയിന് ഹജ്ജിന് കാലുണ്ട്, നോമ്പിന് കാലുണ്ട്, നിസ്കാരത്തിനും കാലുണ്ട്. ളുഹർ അസ്ർ എന്തിനില്ല? സക്കാത്തിനില്ല. അത് ഓരോരുത്തരും വർഷം തികയില്ല. നിന്റെ ഏർപ്പാടിന്റെ വർഷത്തിൽ തികയുമ്പോഴല്ല ബന്റെ പറയാ. അപ്പോഴല്ല. അതെന്തിനാ അങ്ങനെ ശറഅ ആക്കിയതിനൊരു കാരണമുണ്ട്. ഓരോരുത്തരും വിവിധങ്ങളായ തൊഴിൽ ചെയ്യും. അതിനനുസരിച്ച് അവരവർക്ക് ഹൗലും നിസ്വാബും ഇങ്ങനെ വരും. അതിനനുസരിച്ച് അവരവരുടെ വിഹിതം സാധുക്കൾക്ക് ഇങ്ങനെ. അപ്പൊ സാധുക്കൾ എപ്പോഴും എന്താവും? എപ്പോഴും അവർക്ക് വരുമാനം വന്നുകൊണ്ടേയിരിക്കും. പിന്നെ 2 കാരണമേ ഉള്ളൂ. ഒന്ന്, റമദാൻ മാസത്തിലേക്ക് പിന്തിക്കുന്നതുകൊണ്ട് റമദാനിൽ കൊടുത്തിട്ടുള്ള കൂലി അധികമായി കിട്ടുമല്ലോ. അതിന് പ്രതീക്ഷിച്ചിട്ട് മുതലാളിമാർ എന്ത് ചെയ്യും? റമദാനിൽ കൊടുക്കും. ഇനി അല്ലാത്തവർ കൊടുക്കാത്തവര്, കൊടുക്കാൻ ഉദ്ദേശമില്ലാത്തവര് റമദാനിൽ സക്കാത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ എന്ത് കബൂലാവൂല? കബൂലാവൂല, ഉറപ്പ്. ചില ആളുകൾക്ക് നോമ്പില് നിസ്കാരം ക്ലിയറായി, നോമ്പും ക്ലിയറായി, നോമ്പും ഏകദേശമൊക്കെ ഖുർആനോത്ത് ലെവലായി, സക്കാത്ത് കടം വീടി, അപ്പോഴും അവൻ എന്ത് ബാക്കിയുണ്ട്? സക്കാത്തും കടം വീടി, എന്ത് ബാക്കിയുണ്ട്? ഹജ്ജ് ബാക്കിയുണ്ട്. അതിന് സമയമുണ്ട്. അതുകൊണ്ടാണ് നോമ്പിന്റെ വാതിൽ അടഞ്ഞ ആ രാത്രി ഹജ്ജിന്റെ വാതിൽ തുറന്നത്. റമദാൻ 30 ഉറൂബിൽ എന്ത് തീർന്ന്? നോമ്പ് തീർന്ന ആ സെക്കൻഡിൽ ഹജ്ജ് തുടങ്ങും. അവന്റെ നോമ്പ് കബൂലാണെങ്കിൽ അയ്യാമത്തെ ശരിക്കല്ല അവൻ നോമ്പ് കബൂലാവുക. നിങ്ങൾക്ക് മനസ്സിലായില്ല? ഇവന് ഇക്കാലം വരെയായിട്ട് എന്ത് ചെയ്തിട്ടില്ല? ഹജ്ജ് ചെയ്തിട്ടില്ല. ഇക്കൊല്ലം അവൻ ബോധവാനായി ഹജ്ജ് ചെയ്യണം. ബാക്കിയൊക്കെ ക്ലിയർ ആക്കി. എന്ത് ബാക്കിയുണ്ട്? ഹജ്ജ്.
അപ്പോൾ നോമ്പ് കഴിയുന്നതോടുകൂടെ അള്ളാഹു തആല നോമ്പ് കഴിയുന്ന സെക്കൻഡിൽ എന്തിന്റെ വാതിൽ തുറക്കും? ഹജ്ജിന്റെ. ഹജ്ജിന് ഇഹ്റാം കെട്ടാവുന്ന സമയം എന്നാരംഭിക്കും? ശവ്വാൽ 1 എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തിരിച്ചറിയാതെ പറയണ്ട. നോമ്പ് തീരണ സെക്കൻഡിൽ, നോമ്പ് കഴിയുന്ന സെക്കൻഡിൽ എന്തിന് ഇഹ്റാം കെട്ടാ? അപ്പോൾ ഇഹ്റാം കെട്ടാ. പിന്നെന്താ അപ്പോൾ ഇഹ്റാം കെട്ടാത്തത്? അപ്പോൾ ഇഹ്റാം കെട്ടിയ പിന്നെ 2.5 മാസത്തോളം ഇഹ്റാമിൽ സൂക്ഷിക്കണം. അതിന് കഴിയാത്തതുകൊണ്ടാണ്. അങ്ങനെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ അഫ്ളലുമാണ്. അൽ ഹജ്ജു അശ്ഹുറുൻ മഅലൂമാത്തുൻ, മാസങ്ങളാണ് ഹജ്ജിന്റെ മാസം. പണി നടക്കുന്നത് ദിവസങ്ങളേ ഉള്ളൂ. പക്ഷെ ഖുർആൻ പറഞ്ഞേ മാസങ്ങൾ. അൽ ഹജ്ജു അയ്യാമുൻ മഅലൂമാത്തുൻ അല്ല, അശ്ഹുറുൻ മാസങ്ങളാണ്, മഅലൂമാത്തുൻ അറിയപ്പെട്ട നിർണയിക്കപ്പെട്ട മാസങ്ങളാണ്. ഫമൻ ഫറള ഫീഹിന്ന, ആ മാസങ്ങളിൽ ഹജ്ജിന് ഉദ്ദേശിച്ചാൽ ഫലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ്. മനസ്സിലാകാൻ പറഞ്ഞത്. അപ്പൊ എന്താണെന്നറിയോ, അബദിന് ഒരു കമ്മി ഉണ്ടാവാൻ പാടില്ല. അബദിന് കമ്മികളെ പരിഹരിക്കലാണ് ഇവിടെയൊക്കെ മഅബൂദിന്റെ ലക്ഷ്യം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി, 2 കാര്യം കൊണ്ടൊരു മനുഷ്യൻ എന്ത് ചെയ്യണം? ഒന്ന്, ചെയ്യാൻ കമ്മിയുള്ളത് മുഴുവനും നോമ്പ് കാലത്തോ നോമ്പിന് മുമ്പോ ചെയ്തിരിക്കണം. പഴയ കാലത്തൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അത്ര നിസ്കാരമൊക്കെ കള്ളുള്ള ആളുകൾ ഷഅബാന് തന്നെ തീർക്കും. കാരണം ഈ കള്ളയോടുകൂടെ നോമ്പിൽ പ്രവേശിച്ചാൽ നോമ്പിന് കമ്മി വരും. അല്ല, മുത്തക്കയാകണമെങ്കിൽ കമ്മിയുള്ള വിഷയം മുഴുവനും പരിഹരിക്കണം. പിന്നെന്താ? പിന്നെ രണ്ടാമത്തെ കാര്യം അല്ലാഹു നിഷിദ്ധം 2 കാര്യമാണ് സൂക്ഷിക്കേണ്ടത്. ഒന്ന്, ചെയ്യേണ്ട ബാധ്യതകൾ മുഴുവനും ചെയ്യുക. 2, ചെയ്യാൻ പാടില്ലാത്തത് മുഴുവൻ മാറിക്കുക. അതാണ് ലഅല്ലക്കും തത്തഖൂൻ. അല്ലാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ നിന്ന് മുഴുവനും മാറി നിൽക്കണം. അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? ഒരുപാട് കാര്യം. ഒന്ന് ഹിഫ്റുൽ ലിസാൻ, ഒന്നാമത്തെ ഹിഫ്റുൽ ലിസാൻ അന്നെ ഷഹവത്തൈനാണ്. 2 ഷഹവത്തുകളെ പൊട്ടിച്ചു കളയണം. ഒന്ന് ഷഹ്വത്തുൻ നുതുഖാണ്, ഒന്ന് ഷഹ്വത്തുൽ ജിമാൻ. 2 വികാരങ്ങളെ പൊട്ടിക്ക. ആ 2ന്റെ ഇടയിൽ ആ വയറ്, ഒന്ന് നാവ്, ഒന്ന് ലൈംഗിക അവയവം. അത് 2നും പൊട്ടിക്കണം ഒരു മനുഷ്യൻ. അതാണ് നോമ്പ്. കസ്റുഷാവത്തൈനാൻ, 2 അവയവങ്ങളുണ്ട്. ലാ അൽമലഹുമാ, 2നും എല്ലില്ല. ഈ 2ന്റെയും അധമമായ താല്പര്യങ്ങളെ വർജിക്കണം. അപ്പോഴാണ് എന്താവുക? ഒഴിവാക്കേണ്ട കാര്യങ്ങൾ ഒഴിവാക്കലാവുക. അപ്പൊ ഈ ഒഴിവാക്കേണ്ട കാര്യങ്ങളെ ലിസ്റ്റ് ഇങ്ങനെ നോക്കുക, ഒക്കെ ഒഴിവാക്കുക. അപ്പൊ ഒന്നാമത്തെ പ്രശ്നം എന്തെന്നെയാ? നാവന്യ. മറ്റൊക്കെ നമ്മൾ ശ്രദ്ധിക്കും. എന്ത് ശ്രദ്ധിക്കൂല? നാവ് ശ്രദ്ധിക്കൂല. അതുകൊണ്ടാണ് മുൻഗാമികളായ സാലിഹ്, ഇപ്പൊ ഷാഫി ഇമാമ് എല്ലാ ദിവസവും 1 ഖത്തോതും, റമളാനിൽ 2 ഖത്തോതും. എന്തിന്? നാവിന് പണി കൊടുക്കുക. അസ്ലാഫായ സാലിഹ്യങ്ങൾക്ക് പതിവുണ്ടായിരുന്നു, നോമ്പ് കാലത്ത് ഹലാല് സംസാരിക്കുമ്പോൾ പോലും റുമൂസ് ഇഷാറാത്തിന്മേൽ ചുരുക്കുക. സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് കുട്ടി ഉണ്ടായപ്പോ 3 ദിവസം നോമ്പ് നോൽക്കാൻ അള്ളാഹ് പറഞ്ഞു. സക്കരിയ നബി 3 ദിവസം മാത്രമല്ല, ഭാര്യ പ്രസവിക്കുന്നത് വരെ നോമ്പോറ്റ്, 9 ചില്ലം മാസം നോമ്പോറ്റ്. ആ നോമ്പ് നോറ്റ കാലങ്ങളിൽ വകാല ലാ യതകല്ലമു ലി അഹദിൻ, ഒരാളോടും മിണ്ടൂല. വയഖറഉ തൗറാത്ത, രാവ് പകൽ ഉണർച്ചയിൽ തൗറാത്ത് അങ്ങനെ ഓടും. വലാ യതകല്ലമു അഹദൻ, ഒരാളോടും മിണ്ടൂല. ഇല്ലാ ബി റുമൂസി വൽ ഇഷാറാത്തി, റുമൂസ് ഇഷാറാത്തുകൾ കൊണ്ടല്ലാതെ മിണ്ടൂല. റുമൂസ് എന്നാൽ കോഡ് വാക്ക്, ഇഷാറാത്ത് ആംഗ്യം. അതായത് കോഡ് വാക്ക് എന്ന് പറഞ്ഞാൽ ഹലാലായ വാക്ക് പോലും പൂർത്തിയായി പറയാതിരിക്കുക. ഇതായിരുന്നു സക്കരിയ നബി നോമ്പ് നടത്തിയത്. മനസ്സിലായില്ല? അങ്ങോട്ട് നോക്ക്. അതായത് അതിന് ഉദാഹരണം പറയാ, കോഡ് വാക്ക്. രാവിലെ എണീറ്റ കുട്ടി ഉമ്മയോട് ചോദിച്ചു, ഉമ്മ പേസ്റ്റ് എവിടെയാ വെച്ചത് എന്ന് വെച്ച്, അല്ലെങ്കിൽ എന്റെ ബ്രഷ് എവിടെയാ എന്ന് വിളിച്ചു വെച്ച്. ആര്? മോനെ വിളിച്ചു വെച്ചു ഉമ്മയോട്. ഇതിന് ഉമ്മാന്റെ മറുപടി, ബ്രഷ് ബാത്റൂമിലുണ്ട്, ബാത്റൂമിന്റെ അപ്പുറത്ത് വെച്ച കൊട്ടയിലുണ്ട്. ഇതാണ് എന്ത്? പറ കുട്ടി, ഇതാണ് എന്ത് മറുപടി? ഞാൻ എന്റെ റുമൂസ് കേട്ടോ, റുമൂസ് ബാത്റൂമില്. മനസ്സിലായില്ല? ഒറ്റ
ബ്രഷാകുന്നത് കൊട്ടയിൽ സ്ഥിരമായിരിക്കുന്നു മുഖത്ത് ഖബർ പറയണ്ട. എന്ത് ബ്രഷ് എവിടെ? ബാത്റൂം കഴിഞ്ഞ്. ഹലാല് പോലും എന്താകാതിരിക്കുക പൂർത്തി എന്നാണ് റൂമൂസ് അറിയാം. ഇഷാറാത്ത് എങ്ങനെ? ഇഷാറാത്ത് ബാത്റൂം ഒന്നും പറയില്ല. എന്ത്? ബാത്റൂമിന്റെ വാതിൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കുക. ഇതാണ് കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും. അപ്പൊ എന്താ പ്രശ്നം? നമ്മൾ വളരെ ശ്രദ്ധിക്കണം. വർത്താനങ്ങളിൽ വല്ലാതെ മിതത്വം പാലിക്കണം. ഇതെന്നെ ഒന്നാമത്തെ. ബാക്കിയൊക്കെ ഞാൻ അടുത്ത ക്ലാസ് പറഞ്ഞുതരാം. ഒന്നതന്നെ നോമ്പണ്ടാവണോടുകൂടെ എന്ത് തീരുമാനിക്കുക? നാവിനെ പണിയെ തൊടുക്കുക. ഉദാഹരണം ഞങ്ങളോട് 313 യാസീൻ ഓടാൻ വേണ്ടി പറഞ്ഞു റജബില്. ആ ആളുകൾക്ക് വലിയ ഫضലുണ്ടായി. എന്ത്? ഒരു ഫضല് 313 യാസീൻ ഓതിയത്. രണ്ടാമത്തെ ഫضല് ആത്തിരി സമയം അള്ളാഹുവിനല്ലാതെ വർത്താനല്ല. മനസ്സിലായില്ല? 313 യാസീൻ ഓതി തീർക്കണമെങ്കിൽ അവൻ സാധാരണ ചെയ്യുന്ന ആമ്പന്റെ പുറമേ ചെയ്യും വേണം. സത്യത്തിൽ വേറെ വല്ലാതെ വർത്താനം പറയാനൊന്നും അവിടെ സമയമില്ല. അങ്ങനെ ചെയ്യാം. ഹത്ത നിർച്ചയാക്കുക. അവനാന്റെ കദറുമായ സ്ഥിതിയോ ദിക്റെല്ലാം നിർച്ചയാക്കുക. മരിച്ചിട്ട് ഒരാളുടെ പേരില് 70,000 ദിക്ർ എല്ലിയാൽ കബൂലാകും എന്നാണ് മദ്ഹബിലെ പ്രധാനമായ അഭിപ്രായം. അങ്ങനെയാണ്. എന്ത്? മരിച്ചിട്ട് വേറൊരാൾ നമ്മളെ മേലില് എന്നാൽ അതൊക്കെ ചെയ്യോട്ടെ, നമ്മക്കന്നെ ഇതൂടെ. നമ്മളെ ഖബറിലെ രക്ഷയ്ക്ക് വേണ്ടി ഈ കൊല്ലത്തെ റമളാൻ മാസത്തിൽ ഞാൻ 70,000 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നു എന്ന് നേരത്തെ തന്നെ നിയത്താക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? റമളാൻ 1-ന്റെയും 30-ന്റെയും ഇടയിൽ 70,000 ലാ ഇലാഹ ഇല്ലല്ലാഹ് പൂർത്തിയാക്കുക. അപ്പോൾ എന്ത് വേണ്ടി വരും? 2000 ചെല്ലാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിവസം ചെല്ലേണ്ടി വരും. ഓരോ ലാ ഇലാഹ ഇല്ലല്ലാഹും കബൂലിയത്തിന് സ്വലാത്തിൽ വേണ്ടി വരും. ഉദാഹരണം പറയാം, 3 തൽബിയത്ത് കബൂലാകണമെങ്കിൽ 1 സ്വലാത്തിലാണ്. പുട്ടായി തീരണമെങ്കിൽ അതിന്റെ തുടക്കത്തിലും തേങ്ങണം. പറയടാ, ഒരു പുട്ട് കബൂലാകണമെങ്കിൽ, പുട്ടിന്റെ ആള് കബൂലാക്കണമെങ്കിൽ പറയടാ, തുടക്കത്തിലും തേങ്ങണം, ഒടുക്കത്തിലും തേങ്ങണമല്ലോ. പുട്ടിന്റെ എണ്ണം കൂടുന്നതനുസരിച്ച് തേങ്ങയും കൊണ്ടുവരുമല്ലോ. ഒരു പുട്ടിന് എന്റെ കഷ്ണത്തിന് മാത്രം തുടക്കത്തിലും ഒടുക്കലും തേങ്ങട്ടതുകൊണ്ട് ബാക്കിയുള്ള പുട്ട് പുട്ടാവോ? അതുപോലെ 10,000 സ്വലാത്ത് ദിക്ർ ഇല്ലാണെങ്കിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലാണെങ്കിൽ അതിനനുസരിച്ച് എന്തും ചെല്ലേണ്ടി വരും, സ്വലാത്തും കൂടും. അങ്ങനെയാണ്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക. 3 ചെല്ലിയാൽ ഒരു വട്ടം സ്വലാത്തിലാണ്. അല്ലാഹ് കബൂലാവൂല. ഒരു ദുആക്ക് 1 സ്വലാത്തിലാണ്. തിരുമൽ തുടങ്ങുമ്പോൾ സ്വലാത്തിലാണ്, ഒരു തിരുമൽ സ്വലാത്തിലാണ്. വേറെ ദുആ അപ്പുറത്തെ പിന്നെ വേണം. സ്വലാത്തില്ല, ദുആ കബൂലാവൂല. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ല എന്നതുപോലെ. അപ്പൊ എന്ത് വേണ്ടി വരും? ലാ ഇലാഹ ഇല്ലല്ലാഹ് നേർച്ചയാക്കിയാൽ അതിനനുസരിച്ച് അത് കബൂലാക്കാൻ അതിന്റെ ഇടയ്ക്ക് എന്ത് കേട്ടണം? സ്വലാത്തും കേട്ടേണ്ടി വരും. പണിയാണ്. നാവിന് പണിയാട് കൊടുത്താൽ ഒന്ന് മഹ്മൂദായ കാര്യങ്ങൾ അധികരിക്കും, 2 ഹറാമായ കാര്യങ്ങളിൽ നിന്ന് പരമാവധി മാറി നിൽക്കും. നാവ് ലെവലായ ഒക്കെ ലെവലാവും. അവസാനിപ്പിക്കണം. നാവ് ലെവലായാൽ എല്ലാം ലെവലാവും. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഈ കൊല്ലത്തെ നോമ്പൊന്ന് നോക്കാൻ നമ്മൾ തീരുമാനിക്കുക. അള്ളാഹു തല തൗഫീഖ് തരട്ടെ. ദാക്കിറാവ് അവനാന്റെ പണി അങ്ങോട്ട് എടുക്കുക. അവനാന്റെ പണി എടുക്കുക. പണി അങ്ങോട്ട് എടുക്കന്നെ. സബഖൽ മുഫർരിദൂൻ സബഖൽ മുഫർരിദൂന ഖാലഹാ സലാസ. ഒറ്റപ്പെട്ട് നടക്കുന്നവർ മുന്നിലെത്തിയിരിക്കുന്നു. അവർ സ്വർഗത്തിൽ ആദ്യമായി പ്രവേശിച്ചിരിക്കുന്നു. പുണ്യനബി പറഞ്ഞു, സബഖൽ മുഫർരിദൂൻ. മുഫർരിദ് ഒറ്റക്കായവൻ, ഒറ്റപ്പെട്ടവൻ. ഖാലു വമൽ മുഫർരിദൂന യാ റസൂലല്ലാഹ്? ഖാല അസ്സാകിറൂന അല്ലാഹ കസീറൻ വസ്സാകിറാത്ത്. ഒറ്റപ്പെട്ട് നടക്കുന്നവൻ വിജയിച്ചു. അവൻ മുന്നിൽ കടന്നു. ആരാണ് ഒറ്റപ്പെട്ടവനെന്ന് സ്വഹാബികൾ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ദിക്ർ ചെല്ലുന്ന ആണുങ്ങളും പെണ്ണുങ്ങളോ അവർ വല്ലാതെ കൂട്ടത്ത് കൂടൂല. കാരണം അവർക്ക് ഇതിലെന്തുണ്ടാവും? പണി ഉണ്ടാവും. അത് വല്ലാതെയുള്ള നോക്കം മുഴുവൻ അവർക്ക് കൂടാൻ പറ്റില്ല. അപ്പൊ ഈ നോണയിൽ അവർ ഒഴിവാകും ചെയ്യും, ഒരുപാട് നന്മ അർത്ഥം ചെയ്യും. ഹദീസ് മനസ്സിലായില്ലേ? മുത്ത് റസൂൽ പറഞ്ഞു, സബഖൽ മുഫർരിദൂന, ഒറ്റപ്പെട്ടവർ ജയിച്ചു. ഖാലു, അവൻ ചോദിച്ചു, അമൽ മുഫർരിദൂന യാ റസൂലല്ലാഹ്, ഒറ്റപ്പെട്ടവർ ആരാ? അപ്പോൾ പറഞ്ഞു, അസ്സാകിറൂനല്ലാഹ കസീറൻ വസ്സാകിറാത്ത്. ദിക്റുൽ അൻഫാസ് പഠിച്ച ഒരാളെ ഒരിക്കലും ഇബ്ലീസിന് ചതിക്കാൻ കഴിയില്ല.
മരണ നേരത്തെ ഇബ്ലീസ് ചതിക്കൂല. ദിക്റുൽ അംഫാസ് അംഫാസിന്റെ ദിക്റുണ്ടോ? ചതിക്കൂല. ദിക്റുൽ അംഫാസ് ആണ്. അതാണ് നഫസിന്റെ ദിക്ർ. ശ്വാസത്തിനല്ല, ഉച്ഛ്വാസത്തിലുമല്ല. അപ്പൊ ഒരു ശ്വാസോച്ഛ്വാസത്തിൽ അല്ലാഹു അല്ലാഹ്. അവനെ ചതിക്കാൻ ഇബ്ലീസിന് കഴിയില്ല. കാരണം അത് പിന്നെ നാവിനെ പിടിച്ചിട്ട് കാര്യമല്ല. റൂഹും നഫ്സും തമ്മിൽ എന്തുമ ശുഗല ഇപ്പോ അള്ളാഹ് ശുഗല അത് പിടിച്ചൊക്കാൻ ആർക്കും കഴിയില്ല. ഇബ്ലീസ് നാവെ പിടിക്കുള്ളൂ. ലായിലാലുള്ള അത്തരം ആളത്തേക്ക് ഇബ്ലീസ് പ്രവേശിക്കാനല്ല. കാരണം പ്രവേശിച്ചിട്ട് കാര്യമല്ല. ഓരോ ശ്വാസത്തിന്റെ അവസാന ശ്വാസം അള്ളയിൽ അവസാനിക്കും. കക്കൂസ് നിറങ്ങിയാലോ മൂത്രപ്പൽ നിറങ്ങിയാൽ ഉഫറാനക്ക. എന്തുകൊണ്ട്? കുറച്ചു നേരം എന്റെ ദിക്ർ മുടങ്ങി. നാവിന്റെ കാര്യത്തിൽ പണി കൊടുക്കുക, അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് ഒഴിവാക്കുക. ഒരു മനുഷ്യന്റെ ഇസ്ലാമിക സൗന്ദര്യം അവൻ അത്യാവശ്യം കാര്യമല്ലാത്ത കാര്യത്തിൽ അവന് ഒഴിവാക്കലാണ്. അവൻ ഇടപെടാതിരിക്കുക. എനിക്കതിനെ പറ്റിയൊന്നും അറിയൂല. ഇപ്പൊ നാം എന്തും എല്ലാ ഖൈറിനും സഹകരിക്കുക. പിന്നെ മറ്റു കാര്യത്തിൽ ഒന്നും ഇടപെടണ്ട.